ജെയിൻ ഓസ്റ്റൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു നോവലാണ് സെൻസ് ആൻഡ് സെൻസിബിലിറ്റി. പ്രൈഡ് ആൻഡ് പ്രെജുഡിസിൻ്റെ റേഞ്ചിൽ വരുന്നൊരു നോവലാണിതും. നമുക്കതിലേക്ക് പോവാം. സമ്മറിയിൽ നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു ദ ഡാഷ്വുഡ് ഫാമിലി. ഈ സ്റ്റോറി തുടങ്ങുന്നത് മിസ്റ്റർ ഡാഷ്വുഡിൻ്റെ ഡെത്തോടു കൂടിയിട്ടാണ്. ഇംഗ്ലീഷ് ഇൻഹെറിറ്റൻസ് ലോസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മിസ്റ്റർ ഡാഷ്വുഡിൻ്റെ അല്ലെങ്കിൽ ഡിസീസ്ഡ് മിസ്റ്റർ ഡാഷ്വുഡിൻ്റെ എസ്റ്റേറ്റ് അയാളുടെ ഫസ്റ്റ് മാരേജുള്ള സണ്ണിലേക്കാണ് പോകുന്നത്. സൺ ആസ് ഇൻ ജോൺ ഡാഷ്വുഡ്. അയാളുടെ സെക്കൻഡ് വൈഫ് ആൻഡ് 3 ഡോസ്റ്റേഴ്സ് എലിന, മരിയൻ ആൻഡ് മാർഗരറ്റ്. അവർക്ക് ഇൻഹെറിറ്റൻസ് ഒന്നും കിട്ടുന്നില്ല. വിത്ത് വെരി ലിറ്റിൽ മണി. അതാണ് അത്ര ഉള്ളൂ. ജോണിൻ്റെ വൈഫ് ഫാനി സെൽഫിഷാണ് ആൻഡ് കൺവിൻസസ് ഹിം നോട്ട് ടു ഹെൽപ്പ് ഹിസ് സ്റ്റെപ്പ് മദർ ആൻഡ് ഹാഫ് സിസ്റ്റേഴ്സ്. മൂവിങ് ടു എ ന്യൂ ഹോം. അവർക്ക് ലിമിറ്റഡ് ഇൻകമാണ് ഉണ്ടായിരുന്നത്. ആൻഡ് മിസ്സസ് ഡാഷ്വുഡ് ആൻഡ് ഹെർ ഡോട്ടേഴ്സ് മൂവ് ഫ്രം ദ ഗ്രാൻഡ് ഹോം നോർലൻഡ് പാർക്ക് ടു മോഡസ്റ്റ് കോട്ടേജ് ഇൻ ദ കൺട്രി സൈഡ് കോൾഡ് ബാർട്ടൺ കോട്ടേജ്. ഒരു കൈൻഡ് റിലേറ്റീവ് ആയിട്ടുള്ള സർ ജോൺ മിഡിൽട്ടൺ ഓഫർ ചെയ്തൊരു ബാർട്ടൺ കോട്ടേജിലേക്ക് മൂവ് ചെയ്യുകയാണ് ഈ ഫാമിലി. എലിനർ ആൻഡ് എഡ്വേർഡ് ഫെറാസ്. നോർലൻഡ് ലീവ് ചെയ്യുന്നതിന് മുമ്പ് എലിനർ ഒരു എഡ്വേർഡ് ഫെറാസ് എന്നൊരാളുമായിട്ട്, അല്ല ഫാനിയുടെ ബ്രദർ എഡ്വേർഡ് ഫെറാസുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലാവുന്നുണ്ട്. എഡ്വേർഡ് കൈൻഡാണ് ബട്ട് ഷൈ. ആൻഡ് വൈൽ എലിനർ ഹോപ്സ് ഹി ലവ്സ് ഹർ, ഹി ഡസ് നോട്ട് പ്രൊപ്പോസ്. എലിനർ സെൻസിബിളാണ്, പ്രാക്ടിക്കലാണ് ആൻഡ് കൺട്രോൾസ് ഹർ ഇമോഷൻസ്. എപ്പോഴാണ് പെയിനോ ഡിസപ്പോയിൻമെൻറ്റ് ഫീൽ ചെയ്യുമ്പോൾ പോലും ഷീ കൺട്രോൾസ് ഇമോഷൻസ്. മരിയൻ ആൻഡ് ജോൺ വില്ലോഗ്ബി. ബാർട്ടണിൽ ഈ ഒരു റൊമാൻറ്റിക് ആൻഡ് ഇമോഷണൽ മരിയൻ ഒരു ഹാൻസം യങ് മാനായ ജോൺ വില്ലോഗ്ബിയെ മീറ്റ് ചെയ്യാണ്. ഹൂ റെസ്ക്യൂസ് ഹർ വെൻ ഷീ ഇൻജേഴ്സ് ഹർ ആങ്കിൾ. അവർ പെട്ടെന്ന് റിലേഷൻഷിപ്പിലാവുകയാണ്. ആൻഡ് എവരി വൺ ബിലീവ്സ് ദാറ്റ് ദേ ആർ എൻഗേജ്ഡ്. പക്ഷേ സഡൻലി വില്ലോഗ്ബി ലണ്ടനിലേക്ക് പോവുകയാണ്, ഒരു എക്സ്പ്ലനേഷൻ ഇല്ലാണ്ട്. അത് മരിയൻ്റെ ഹാർട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഈ സിസ്റ്റേഴ്സ് ലണ്ടനിലേക്ക് പോവാണ്. അവിടെ മരിയൻ വില്ലോഗ്ബിയെ മീറ്റ് ചെയ്യുന്നതായിട്ട് ഹോപ്പ് ചെയ്യാണ്. വെൻ ഷി ഡസ് ഹി ആക്ട്സ് കോൾഡ് ആൻഡ് ഡിസ്റ്റൻറ്റ്. അപ്പോഴാണ് അത് റിവീൽ ചെയ്യപ്പെടുന്നത്. അത് വില്ലോഗ്ബി ഈസ് എൻഗേജ്ഡ് എ വെൽതി വിമൻ, മരിയൻ ഈസ് ഡിവാസ്റ്റേറ്റഡ്. വില്ലോഗ്ബി ഒരു വെൽതി വിമൻ ആയിട്ട് എൻഗേജ്ഡ് ആണെന്ന് മനസ്സിലാക്കുകയും മരിയൻ ഡിവാസ്റ്റേറ്റഡ് ആയി പോവുകയും ചെയ്യണം. എലിനേഴ്സ് സീക്രട്ട് സഫറിങ്. എലിനർ കണ്ടുപിടിക്കുകയാണ് ദാറ്റ് എഡ്വേർഡ് ഹാഡ് ബീൻ സീക്രട്ട്ലി എൻഗേജ് ടു അനദർ വുമൻ, ലൂസി സ്റ്റീൽ, ഫോർ സെവറൽ ഇയേഴ്സ്. ഇവിടെ എലിനർ ഹാർട്ട് ബ്രോക്കൺ ആവുകയാണ്. ആൻഡ് ഷീ ഹൈഡ്സ് ഹർ ഫീലിംഗ്സ് ആൻഡ് സപ്പോർട്ട്സ് ലൂസി വിത്ത് കൈൻഡ്നെസ്. ചേഞ്ചസ് ആൻഡ് സർപ്രൈസസ്. അങ്ങനെ ഇവൻച്വലി ലൂസി എഡ്വേർഡിനെ ലീവ് ചെയ്യാണ് ആൻഡ് മാരീസ് ഹിസ് ബ്രദർ. ഇത് എഡ്വേർഡിനെ ഫ്രീ ചെയ്യാണ് ടു ഫൈനലി കൺഫസ് ഹിസ് ലവ് ടു എലിനർ. അപ്പോൾ ഇങ്ങനൊരു റിലേഷൻഷിപ്പിലായതുകൊണ്ടാണ് എഡ്വേർഡ് നേരത്തെ എലിനറിനെ പ്രൊപ്പോസ് ചെയ്യാറുള്ളത്. ആൻഡ് ദേ ബിക്കം എൻഗേജ്ഡ്. ആ സമയത്താണ് മരിയൻ ഒരു ഹാർട്ട് ബ്രേക്കിൽ നിന്ന് റിക്കവർ ആവുന്നത്. ആൻഡ് റിയലൈസസ് ദാറ്റ് കേണൽ ബ്രാൻഡൻ ഒരാളുണ്ടായിരുന്നു. ഹി ഹാസ് ഓൾവേസ് ബിൻ കൈൻഡ് ആൻഡ് സപ്പോർട്ടീവ്, ട്രൂലി ലവ്സ് ഹർ. അവരങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാവുകയാണ്. ആൻഡ് ഷീ അഗ്രീസ് ടു മാരി ഹിം. അങ്ങനെ മരിയൻ കേണൽ ബ്രാൻഡനെ മാരി ചെയ്യാൻ അഗ്രി ചെയ്യുകയാണ്. ദ എൻഡിങ് ഹാപ്പി കൺക്ലൂഷനാണ്. എലിനർ എഡ്വേർഡിനെ മാരി ചെയ്യുകയാണ് ആൻഡ് മരിയൻ മാരീസ് കേണൽ ബ്രാൻഡൻ. ഈ സിസ്റ്റേഴ്സ് ഫൈനലി ഹാപ്പി ആവുകയാണ് ആൻഡ് സെക്യൂർ ഇൻ ദ മാരേജസ്. അവർ രണ്ട് സിസ്റ്റേഴ്സും വാല്യുബിൾ ലെസൺസ് ലേൺ ചെയ്യുകയാണ്. എലിന ലേൺസ് ടു ബി മോർ ഓപ്പൺ വിത്ത് ഹർ ഫീലിങ്സ് ആൻഡ് മരിയൻ ഇമോഷൻസിനെയും റീസണെയും എങ്ങനെ ബാലൻസ് ചെയ്യാമെന്ന് പഠിക്കുകയാണ്. മെയിൻ ക്യാരക്ടേഴ്സ് ആയിരുന്നൊക്കാം. എലിന ഡാഷ്വുഡ് സെൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതാണ് സെൻസ് ആൻഡ് സെൻസിബിലിറ്റി. ലോജിക് ഉണ്ട്, റെസ്ട്രെയിൻറ്റ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട് എലിനെന്ന് പറഞ്ഞു. മരിയൻ ഡാഷ്വുഡ് സെൻസിബിലിറ്റി റെപ്രസെൻ്റ് ചെയ്യണം, ഇമോഷൻ, സ്പോണ്ടിനിറ്റി. അപ്പോൾ ഇവർ രണ്ട് എലിനറും മരിയനുമാണ് സെൻസ് ആൻഡ് സെൻസിബിലിറ്റി എന്നുള്ള ഈ നോവലിൻ്റെ ടൈറ്റിലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് എഡ്വേർഡ് ഫെറാസും കേണൽ ബ്രാൻഡനും ജോൺ വില്ലോഗ്ബിയൊക്കെയാണ്. തീംസ് നോക്കാം. സെൻസ് ആൻഡ് സെൻസിബിലിറ്റി. എലിനർ സെൻസിനെയും മരിയൻ സെൻസിബിലിറ്റിയും റെപ്രസെൻ്റ് ചെയ്യുന്നു. ഡിഫറെൻറ്റ് വേസ് ഓഫ് ഡീലിംഗ് വിത്ത് ലവ് ആൻഡ് ലൈഫ്. ഈ നോവലിൽ ഇമോഷൻ്റെയും റീസണിൻ്റെയും ബാലൻസിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുകയാണ്. ലവ് ആൻഡ് മാരേജ്. ഈ സ്റ്റോറി എക്സ്പ്ലോർ ചെയ്യുന്ന ട്രൂ ലവ്, ഹാർട്ട് ബ്രേക്ക് ആൻഡ് ഹൗ പീപ്പിൾ ഓഫൻ മാരി ഫോർ വെൽത്ത് ഓർ സോഷ്യൽ സ്റ്റാറ്റസ്. ഫാമിലി ആൻഡ് സോഷ്യൽ ക്ലാസ്. എങ്ങനെയാണ് വിമണിന് ഉള്ള ലിമിറ്റഡ് റൈറ്റ്സ്, ആ ഒരു ഇറയിലെ വിമണിൻ്റെ ലിമിറ്റഡ് റൈറ്റ്സ് അവരെ ബാധിക്കുന്നതെന്നും ആൻഡ് ഹൗ മച്ച് ദ ഡിപ്പെൻഡൻ്റ് ഓൺ മാരേജ് ഫോർ സെക്യൂരിറ്റി. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി, ഇൻഡിവിജ്വാലിറ്റി ഇല്ല. അതുകൊണ്ട് അവർ മാരേജിനെ ഡിപ്പെൻഡ് ചെയ്യാണ് ഫോർ സെക്യൂരിറ്റി. ഗ്രോത്ത് ആൻഡ് മെച്യൂരിറ്റി. രണ്ട് സിസ്റ്റേഴ്സും മെച്യൂർ ഇനഫ് ത്രൂ ദ എക്സ്പീരിയൻസസ് ആൻഡ് ലേൺഡ് ഇമ്പോർട്ടൻറ്റ് ലെസൺസ് ഇൻ ലൈഫ്. അവർക്ക് എക്സ്പീരിയൻസിലൂടെയാണ് ലൈഫ് ലെസൺസ് മനസ്സിലാക്കുന്നത്.